മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ചിത്രം ദ ഗ്രേറ്റ് ഫാദർ റിലീസായി മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം കണ്ടവരുടെ കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ഗ്രേറ്റ് ഫാദർ ഒരു മികച്ച ചിത്രമാണ്. അമാനുഷികനല്ലാത്ത വീറും വാശിയുമുള്ള ഒരു അച്ഛന്റെ കഥയാണ് ദി ഗ്രേറ്റ് ഫാദർ പറയുന്നത് എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നു. മറ്റൊരു പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്തു പറഞ്ഞാലും നിന്റെ ഒരു പപ്പ, നിന്റെ പപ്പ ദുൽഖറിന്റെ അത്ര ഗ്ലാമർ ഒന്നുമില്ലല്ലോ എന്ന ഡയലോഗ് പൊളിച്ചു എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഫാദർ ഓരോ അച്ഛന്മാരും കണ്ടിരിക്കേണ്ട ചിത്രമാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വേറെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയും: ചിത്രം മികച്ചതാണ്. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടുന്ന ആദ്യ ചിത്രമാകും ദി ഗ്രേറ്റ് ഫാദർ എന്നാണ് ഈ പ്രേക്ഷകന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ തന്റെ അഭിപ്രായം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്രേറ്റ് ഫാദർ കണ്ടു, ശരാശരി ചിത്രമാണ്, എന്നാൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഹൈലൈറ്റ് ആണെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. വേറൊരു പ്രേക്ഷകൻ ഗ്രേറ്റ് ഫാദറിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എല്ലാ റെക്കോർഡുകളും ദി ഗ്രേറ്റ് ഫാദർ പഴങ്കഥയാക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത് ഇങ്ങനെയാണ്: സൂപ്പർ ത്രില്ലിംഗ് മൂവി, BGM കിടുവാണ്, മാതാപിതാക്കൾക്കുള്ള നല്ലൊരു മെസ്സേജാണ് ചിത്രം നൽകുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണേണ്ടതാണ്. മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം: പടം കണ്ടു, മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ എന്ന രീതിയിൽ പറയുകയല്ല, നല്ലൊരു സിനിമയാണ് ഇതെന്ന് അയാൾ കമന്റ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ചിത്രമാണ് എന്നും മറ്റൊരു പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നു. നേരത്തെ ദുൽഖർ സൽമാൻ ഈ ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് മറുപടിയായി ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പൊളി പടമാണ് കുഞ്ഞിക്ക എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മൂവി, കാലിക പ്രസക്തിയുള്ള ചിത്രമാണ് എന്നാണ്. മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം: മമ്മൂക്ക ഈസ് ബാക്ക് വിത്ത് ബാങ് എന്നാണ്. എന്തായാലും ദി ഗ്രേറ്റ് ഫാദർ മികച്ച കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എല്ലാവരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ ഈ ചിത്രം 100 കോടി തികയ്ക്കുന്ന രണ്ടാമത്തെ ചിത്രമാകുമോ എന്നാണ്. മാത്രമല്ല, മോഹൻലാലിന്റെ പുലിമുരുകൻ 100 കോടി ക്ലബിൽ ഇടം നേടിയപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ചിത്രം 100 കോടി ക്ലബിൽ എത്തുമോ എന്നുള്ളതും മമ്മൂട്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.